എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക. സാധാരണ ഇതുപോലുള്ള ക്യാമറകളിൽ ഇപ്പം 60 എന്ന് പറയുന്ന ക്യാമറ നോർമലി നമുക്ക് 30 സെക്കൻഡ്സ് മുതൽ ഇതിൻ്റെ മാക്സിമം ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 1/4000 ആണ്. കുറേ കൂടി പ്രൊഫഷണൽ ക്യാമറകളിൽ ചിലപ്പോൾ 5D Mark 4 നമുക്ക് 1/8000 പോലുള്ള ഷട്ടർ സ്പീഡ് ലഭ്യമാവും. സാധാരണഗതിയിൽ നമുക്ക് അത്രയും കൂടിയ ഷട്ടർ സ്പീഡ് ആവശ്യം വരാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കാർ ചേസിങ് അല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ പൊതുവെ ഭയങ്കര ഈ അത്ലറ്റിക്സ് പോലെയുള്ള ഇനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കൂടിയ ഷട്ടർ സ്പീഡ് ആവശ്യമുണ്ട്. ഷട്ടർ സ്പീഡും നമ്മൾ പറഞ്ഞു, സ്ലോ ഷട്ടർ സ്പീഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉദാഹരണമായിട്ട് എടുക്കുക. വെള്ളച്ചാട്ടം നമുക്ക് അതിൻ്റെ ഒരു ഡ്രോപ്പ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് കൂടിയ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കാം. കാരണം നമ്മൾ ആ മൂവ്മെൻറ്റിനെ പിടിച്ചെടുക്കുകയാണ്. മറിച്ച് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് ഫീൽ ചെയ്യേണ്ടതെങ്കിൽ, ഒരുതരം സ്മോക്കി എഫക്റ്റ് അല്ലെങ്കിൽ മിൽക്കി എഫക്റ്റാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് സ്ലോ ഷട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഫാസ്റ്റ് ഷട്ടറിനും സ്ലോ ഷട്ടറിനും ഡിഫറൻ്റ് ആയിട്ടുള്ള പർപ്പസുകളുണ്ട്. അതിലേക്ക് നമുക്ക് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഷട്ടറും ലൈറ്റും തമ്മിലുള്ള ബന്ധം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഷട്ടർ സ്പീഡ് കൂടും തോറും, അതായത് കൂടിയ സെക്കൻഡിൻ്റെ 1/1000, സെക്കൻഡിൻ്റെ 1000-ലൊരംശം അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ 2000-ലൊരംശം കൂടിയ ഷട്ടർ സ്പീഡിലേക്ക് പോകും തോറും ഷട്ടർ പെട്ടെന്ന് തുറന്നടയുകയാണ്, ഫാസ്റ്റായിട്ട് തുറന്നടയുകയാണ്. അതുകൊണ്ട് തന്നെ സെൻസറിലേക്ക് വീഴുന്ന ലൈറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതായത് ലളിതമായി ഇത്രയും ചിന്തിക്കുക അല്ലെങ്കിൽ ഇത്രയും മനസ്സിൽ വെക്കുക. ഷട്ടർ സ്പീഡ് കൂടും തോറും ലൈറ്റിൻ്റെ അളവ് കുറയുകയും ഷട്ടർ സ്പീഡ് കുറയും തോറും ലൈറ്റിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഷട്ടറിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ സ്റ്റഡി ആക്കുന്നതിന് വേണ്ടിയിട്ടും സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടും. സ്ലോ ഷട്ടർ സ്പീഡിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിൽ ഒന്ന് അതാണ്. ഒന്നിലധികം ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മുടെ ക്യാമറ നമ്മളൊരു ട്രൈപോഡിൽ 10 സെക്കൻഡിൽ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തന്നെ മൾട്ടിപ്പിൾ ഇമേജുകൾ ഒരു സിംഗിൾ ക്ലിക്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആ 10 സെക്കൻഡിനകത്ത് ഫ്രെയിമിൽ സ്റ്റഡി ആയിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ ആ ക്യാമറ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ സ്ലോ ഷട്ടർ സ്പീഡിന് ശരിക്കും ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ക്യാമറ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ക്യാമറ കയ്യിലുള്ള ആളുകൾ അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 10 സെക്കൻഡോ 20 സെക്കൻഡോ 30 സെക്കൻഡോ ഒക്കെ ക്യാമറ സ്ലോ ഷട്ടറിൽ ഇട്ടിട്ട് മൾട്ടിപ്പിൾ ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഷട്ടറും ലൈറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക. ഷട്ടർ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ലൈറ്റ് കുറയുകയും ഷട്ടർ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ലൈറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധ്യമാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, എത്ര ലൈറ്റ് കുറഞ്ഞ സാഹചര്യത്തിലും ഒരുപക്ഷെ ഒരു മിഡ് നൈറ്റ്, ഒരു അർദ്ധരാത്രി സമയത്ത് പോലും നമുക്ക് സ്ലോ ഷട്ടറിൽ ക്യാമറ ഒരു ട്രൈപോഡിൽ അല്ലെങ്കിൽ ക്യാമറ എവിടെയെങ്കിലും സ്റ്റഡി ആയിട്ട് വെക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറ സ്റ്റഡിയായി വെച്ചുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലൈറ്റിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് ക്യാമറയ്ക്ക് ക്യാപ്ചർ ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സാഹചര്യത്തിൽ പോലും, ലൈറ്റ് ഏറ്റവും കുറഞ്ഞ സാഹചര്യത്തിൽ പോലും നമുക്ക് നല്ല ഇമേജുകൾ കണ്ടെത്താൻ ഇന്നത്തെ ക്യാമറകൾക്ക് കഴിയും. പക്ഷേ എക്സ്ട്രീംലി സ്ലോ ആയിട്ടുള്ള ഷട്ടർ സ്പീഡിൽ കുറച്ച് നോയ്സ് കൂടുതലായിട്ടുണ്ടാവും എന്നത് ഒഴിച്ചാൽ നമുക്ക് ഏത് ക്യാമറ അനുവദിക്കുന്ന പരിധിയിൽ ഏത് ഷട്ടർ സ്പീഡിലും നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ ശ്രമിച്ചത് ക്യാമറയിലെ ലൈറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 വഴികളാണ് നമ്മൾ പറഞ്ഞത്. ഇന്റേണലായിട്ട് ക്യാമറ, ഒന്ന് ISO, മറ്റൊന്ന് ഷട്ടർ സ്പീഡ്, മറ്റൊന്ന് ആപ്പർച്ചർ. ഈ 3 വഴികൾ ഉപയോഗിച്ചും 3 മാർഗങ്ങൾ ഉപയോഗിച്ചും 3 വഴികളിലൂടെയും നമുക്ക് വെളിച്ചത്തെ ക്രമീകരിക്കാം, വെളിച്ചത്തെ കൂട്ടാം, കുറയ്ക്കാം. അതിൽ ISO വളരെ സിമ്പിളാണ്. ISO കൂട്ടുമ്പോൾ നമ്മൾ നോയ്സിനെ കുറിച്ച് മാത്രം ബേജാറായാൽ മതി.
നോയ്സ് മാത്രമാണ് അവിടെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരേ ഒരു ഘടകം. മറിച്ച് ISOയ്ക്ക് വേറെ സാങ്കേതിക പ്രശ്നങ്ങളില്ല. ആപ്പേച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരേ സമയം ലൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടുകയും കുറയുകയും ചെയ്യും. ഷട്ടർ സ്പീഡിലേക്ക് വരുമ്പോൾ ഇമേജിൻ്റെ മൂവ്മെൻറ്റിനെ അത് ബാധിക്കും. ഷട്ടർ സ്പീഡ് കൂടുന്നതോറും ലൈറ്റിന് വ്യത്യാസം വരും, ഷട്ടർ സ്പീഡ് കുറയുമ്പോൾ ലൈറ്റിന് വ്യത്യാസം വരും, ഒപ്പം ഇമേജിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസം വരും. ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ ആലോചിക്കാവുന്നതാണ്. മൂവി ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ എലമെൻറ്റുകളൊക്കെ മൂവിക്കും ബാധകമാണ്. പക്ഷേ ഷട്ടർ സ്പീഡ് സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്റ്റഡി ഷട്ടർ സ്പീഡാണ് നമ്മൾ മൂവി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഒരു 1/50 ആണ് പൊതുവേ. അതായത് നമുക്ക് ഒരു മൂവ്മെൻറ്റിന് ഫാസ്റ്റായിട്ടോ സ്ലോ ആയിട്ടോ തോന്നാത്ത രീതിയിലുള്ളൊരു ഷട്ടർ സ്പീഡാണ്, ഒരു മീഡിയം ഷട്ടർ സ്പീഡാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഷോട്ടിന് ആവശ്യമായ ഷട്ടർ സ്പീഡാണ് 1/50 എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഷട്ടർ സ്പീഡ് നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല. സിനിമയിൽ അല്ലെങ്കിൽ മൂവിയിൽ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനും കൊണ്ടുവരുന്നത്? സ്റ്റില്ലിൽ അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, ഷട്ടർ സ്പീഡ് കൂട്ടിയും കുറച്ച് നമുക്ക് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റഡി ആക്കാനും ഒരു സ്റ്റഡി ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനും കഴിയും. വീഡിയോയിൽ നമ്മളത് ഫ്രെയിം റേറ്റ് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനും സൃഷ്ടിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഞാൻ തൽക്കാലം അതിൻ്റെ ഒരു പ്രാഥമികമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മറ്റൊരിക്കലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സാധാരണഗതിയിൽ നമ്മുടെ ക്യാമറകളിൽ നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി ചിന്തിക്കാം. സ്റ്റിൽ ക്യാമറയെ സംബന്ധിച്ച് FPS എന്ന് പറയും, ഫ്രെയിം പെർ സെക്കൻഡ്. അതായത് ഓരോ സ്റ്റിൽ ക്യാമറയ്ക്കും ഓരോ സ്പീഡുണ്ട്. ഒരു സെക്കൻഡിൽ അതിന് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന ഇമേജുകളുടെ എണ്ണത്തെയാണ് നമ്മൾ FPS എന്ന് പറയുന്നത്, ഫ്രെയിം പെർ സെക്കൻഡ്. ചില ക്യാമറകൾക്ക് അത് 3 ഫ്രെയിം പെർ സെക്കൻഡ് ആയിരിക്കും, ചില ക്യാമറകൾക്ക് അത് 5 ആയിരിക്കും, ചിലതിന് 10 ആയിരിക്കും. 20-25 വരെയുള്ള ഫ്രെയിമുകൾ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ക്യാമറകൾ ഇപ്പോഴുണ്ട്, വളരെ സ്പീഡ് കൂടിയ ക്യാമറകൾ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, സ്പോർട്സ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന വളരെ സ്പീഡ് കൂടിയ ഇനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ സ്പീഡ് കൂടിയ ക്യാമറയും ആവശ്യമാണ്. അതായത് സെക്കൻഡിൽ കൂടുതൽ ഫ്രെയിമുകൾ. ഇപ്പം 3 FPS ഉള്ള ഒരു ക്യാമറയിൽ സെക്കൻഡിൽ 3 ഫ്രെയിം മാത്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 20 FPS ഉള്ള ഒരു ക്യാമറയിൽ 20 ഫ്രെയിമുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്യാമറയുമായി നിൽക്കുന്ന ആൾക്ക് 3 ഫ്രെയിം കിട്ടുന്ന സമയത്ത് സ്പീഡ് കൂടിയ ക്യാമറയുമായി നിൽക്കുന്ന ആൾക്ക് 20 ഫ്രെയിം ഷൂട്ട് ചെയ്യാൻ കഴിയും, 20-25 ഫ്രെയിം ഷൂട്ട് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് സ്റ്റിൽ ക്യാമറയുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ ഒന്നാണ് ഈ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഫ്രെയിമുകളുടെ എണ്ണം എന്ന് പറയുന്നത്. മൂവിയെ സംബന്ധിച്ച് അത് ഈ പറഞ്ഞ പോലെ ഫ്രെയിം റേറ്റ് ആണ്. നമുക്ക് എത്ര ഫ്രെയിം റേറ്റ് വരെ ഷൂട്ട് ചെയ്യാൻ കഴിയും? സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന സിനിമ എന്ന് പറയുന്നത് 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. നമ്മൾ ക്യാമറയിൽ 24 FPS ആണ്, അല്ലെങ്കിൽ 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുക സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുറെ കൂടി സ്ലോ ആക്കണമെങ്കിൽ നമുക്ക് ആ ഫ്രെയിം റേറ്റ് കൂട്ടേണ്ടി വരും. 24 FPS വരെ നമ്മൾ 48 FPS ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റുള്ള വീഡിയോയെ 2 മിനിറ്റ് ആക്കാൻ കഴിയും. അതായത് 1 മിനിറ്റിൽ നടക്കുന്ന ആക്ഷൻ 2 മിനിറ്റിലേക്ക് നമുക്ക് ദീർഘിപ്പിക്കാൻ കഴിയും. ഫലത്തിൽ അവിടെ സംഭവിക്കുന്നത് മൂവ്മെൻറ്റ് സ്ലോ ആവുകയാണ്. 48 നമ്മൾ 96 ആക്കുമ്പോഴത്തേക്ക് 4 മടങ്ങ് സ്ലോ ആവുന്നു. അങ്ങനെ നമുക്ക് FPS കൂടുന്തോറും അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ് കൂടുന്തോറും നമുക്ക് കൂടുതൽ സ്ലോ മോഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. അപ്പോൾ ഇത് നേരെ തിരിച്ച് സാധ്യമാണ്. അതായത് ഫ്രെയിം റേറ്റ് കുറച്ചും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. അത് വേണമെങ്കിൽ എഡിറ്റിങ്ങിൽ നമുക്ക് കുറെ കൂടി ഫ്രെയിം റേറ്റ് വ്യത്യാസപ്പെടുത്താൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് കഴിയും. അപ്പോൾ ഫ്രെയിം റേറ്റ് കൂട്ടിയോ കുറച്ചോ ആണ് നമ്മൾ വീഡിയോ മോഡിൽ അല്ലെങ്കിൽ മൂവി ഷൂട്ടിങ്ങിൽ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫിയിൽ നമ്മൾ ഫ്രെയിം റേറ്റ് വ്യത്യാസപ്പെടുത്തിയാണ് സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനും സാധ്യമാക്കുന്നത്. എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക.